ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 23-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഈ ഒരു ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എന്താണ് സാരം, എന്താണ് നിസ്സാരം എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് മനുഷ്യൻ ഈ ലോകത്തിലെ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം മനുഷ്യൻ മനസ്സിലാക്കുക? മനുഷ്യൻ്റെ നിസ്സാരതയെക്കുറിച്ച് കൃത്യമായിട്ട് എടുത്തു പറയുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഒനേസിമോസിനെ കുറിച്ചാണ്. ഇത്ര നാളും അവരുടെ ഇടയിൽ ഒരു അടിമയെപ്പോലെ ഉണ്ടായിരുന്ന ഒരാൾ, നിസ്സാരനായി നിന്ന ഒരാൾ, ഇന്ന് ക്രിസ്തുവിൽ അവർക്കൊരു സഹോദരനായി മാറി. അപ്പോൾ നിസ്സാരതയിൽ നിന്നും ഒരു വലിയൊരു പ്രാധാന്യത്തിലേക്ക്, സാരീരതയിലേക്ക് പോകാൻ വേണ്ടി, കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എപ്രകാരം മാറ്റം വരുത്തുന്നുണ്ടെന്നുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള വചനങ്ങളാണ്. അതിൽ 3 കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കർത്താവ് പറയുന്നത് വെറുക്കാനാണ്. സ്നേഹത്തെക്കുറിച്ച് എന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ക്രിസ്തു ഇന്ന് പറയുന്നു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്വന്തം ജീവനെ പോലും വെറുക്കണമെന്നാണ് പറയുന്നത്. ആ വാക്ക് കൃത്യമാണ്. വെറുപ്പിനെ കുറിച്ച് പറയുന്ന ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ വെറുപ്പെന്ന് പറയുന്നത് വിദ്വേഷത്തോടുകൂടി അല്ലെങ്കിൽ താല്പര്യമില്ലാത്തോടെ നിൽക്കാനല്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന, ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് എന്താണോ അത് ദൈവത്തെ പ്രതി വേണ്ടാന്ന് വെക്കാൻ. ആ വെറുപ്പെന്ന് പറയുന്നത് ആ വേണ്ടാന്ന് വെക്കലാണ്. വേണ്ടാന്ന് വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമത് പറയുന്നു, എൻ്റെ അടുക്കലേക്ക് കുറേ പേര് വരുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും എൻ്റെ ശിഷ്യനാവാൻ സാധിക്കില്ല. ഇത് കൃത്യമാണ്. കാരണം ക്രിസ്തുവിന് പിന്നാലെ വന്നവർ ആരൊക്കെയാണെന്ന് ചിന്തിക്കാം. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, കർത്താവിൽ നിന്നും അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വന്നവർ, വചനം കേൾക്കാൻ വേണ്ടി വന്നവർ, എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമെന്ന് വന്നവർ, ഇങ്ങനെ പല അജണ്ടകളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, കുറച്ചധികം ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരും, പക്ഷേ എൻ്റെ ശിഷ്യന്മാരായി മാറുന്നത് അതെല്ലാവർക്കും സാധിക്കില്ല. അതിനാണ് കണ്ടീഷൻസ് കർത്താവ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാഗത്ത് കർത്താവ് പറയുന്നു, എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഒരു വീട് പണിയുന്നതിന് മുമ്പായിട്ട് അവന് മനസ്സിലാക്കിയിരിക്കണം, അവനൊന്നിരുന്ന് ആലോചിക്കണം, എനിക്ക് ഈ വീട് പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ. രണ്ടാമത്തേത്, ഒരു രാജാവ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ കയ്യിൽ 10,000 ഓപ്പോസിറ്റ് 20,000 വരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് പോരാ എന്നുള്ള കാര്യം തിരിച്ചറിയണമെന്നാണ്. എൻ്റെ കയ്യിലുള്ളത് പോരാ എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ഒരു അനാലിസിസ് നമ്മൾ നടത്തണമെന്നുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ഏറ്റവും അവസാനം കർത്താവ് പറയുന്നു, എല്ലാം ഉപേക്ഷിക്കുക. എൻ്റെ പിന്നാലെ, എൻ്റെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഉപേക്ഷിക്കണമെന്ന്. എൻ്റെ കയ്യിൽ പോരാ എന്ന് നിൽക്കുന്ന അവസരത്തിൽ എല്ലാം ഉപേക്ഷിക്കാൻ നമ്മളോട് പറയുമ്പോൾ എവിടെയോ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നല്ല ആദ്യത്തെ 2 ഉദാഹരണത്തിലുള്ളത്. പക്ഷേ അവസാനം കർത്താവ് പറയുന്നു എല്ലാം ഉപേക്ഷിക്കാനാണ്. ഇത് നമ്മളെങ്ങനെ മനസ്സിലാക്കണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ കയ്യിലുള്ളത് അത് പോരാന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിന് ഉപേക്ഷിക്കുക. കാരണം ഇതിലും വലുതെനിക്ക് വേണം. ഞാൻ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിനെ എനിക്ക് കൃത്യമായിട്ടും ഫേസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിൽ എനിക്ക് വലുതായിട്ടുള്ളൊരു ശക്തി എനിക്ക് വേണം, എനിക്ക് വലുതായിട്ടുള്ളൊരു ഒരുക്കം വേണം. ആ ഒരുക്കമാണ് ക്രിസ്തു. എല്ലാം ഉപേക്ഷിക്കുക, ക്രിസ്തുവിനെ സ്വീകരിക്കുക. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. വചനത്തിൽ മുഴുവനായിട്ടും കർത്താവ് പറയുന്ന ഒരു കാര്യം, എൻ്റെ ഒരു ഡിസൈപ്പിൾ, ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നവൻ വേണ്ട ഏറ്റവും മെയിൻ ക്വാളിറ്റി എന്താണ്? കുരിശും വഹിച്ചുകൊണ്ട് വരാനാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും, കുരിശൊക്കെ വഹിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എവിടെയോ കുരിശെന്ന് പറയുന്നത് വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം കർത്താവ് ഞങ്ങൾക്ക് സഹനം തരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവ് ഞങ്ങൾക്ക് വേദന തരല്ലേ, ഞങ്ങൾക്ക് ഈ കുരിശെടുത്ത് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അവിടെയാണ് കർത്താവ് നമ്മളോട് പറയുന്നു, കുരിശെടുത്തുകൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ്, ഈ കുരിശ് വഹിച്ചുകൊണ്ട് പിന്നാലെ വരുന്നതിനെക്കുറിച്ച് എങ്ങനെയാണ്, സഹനം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അതെൻ്റെ വികാരി ഫെലിക്സ് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, എന്തിനാണ് സഹിക്കുന്നത് എന്നറിയാവുന്നവന് എങ്ങനെ സഹിക്കണം എന്നും അറിയാൻ പറ്റും. എന്തിനാണ് സഹിക്കുന്നത് എന്ന് അറിയാവുന്നവന് എങ്ങനെ സഹിക്കണം എന്നറിയാൻ പറ്റും. ഇത് വളരെ പ്രാക്ടിക്കലാണ്. കാരണം നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, പ്രസവവേദന അനുഭവിക്കുന്ന ഒരമ്മ, അമ്മ എന്തിനാണ് സഹിക്കുന്നത്? ആ ഒരു കാര്യം, ആ പേർപ്പസ് അറിയാമെങ്കിൽ
പിന്നെ ആ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളാണ്. സഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സന്തോഷത്തോടുകൂടെ, സന്തോഷത്തിൻ്റെ കണ്ണുനീരോടുകൂടെ പ്രസവിക്കുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പന്മാർ എന്തിനാണ് കഷ്ടപ്പെട്ട് ഈ പണിയെടുക്കുന്നത്? എൻ്റെ കുടുംബത്തിന് വേണ്ടി. ആ ഒരു പേർപ്പസ് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഒരു ചെറിയ കുറ്റം പോലും പറയാതെ പണിയെടുത്ത് അവരുടെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ ഒരു പേർപ്പസ് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ പഠനം എന്ന് പറയുന്നത് വളരെയധികം ഏറ്റവും ശക്തമായിട്ട് പഠിച്ചോളൂ, തീക്ഷ്ണതയോടുകൂടി പഠിച്ചോളൂ. കാരണം എന്താണ്, എനിക്ക് ആ പേർപ്പസ് എനിക്ക് കൃത്യമാണ്. പേർപ്പസ് കൃത്യമാകുമ്പോൾ ആ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് സഹിക്കുന്നതെന്ന് മനസ്സിലായി, എന്തിനാണ് ഞാൻ കുരിശെടുക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ പിന്നാലെ ആ കുരിശം കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. ഇന്ന് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സഹനങ്ങളെ ഏറ്റെടുക്കാൻ നമുക്ക് താല്പര്യമില്ല. എവിടെയോ നമ്മുടെ ചിന്ത വളരെ വ്യത്യാസമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നേരായ വഴിയാണെന്നൊരു നിർബന്ധമില്ല. എനിക്ക് സന്തോഷം കിട്ടുന്നത് ഇതാണ്, ഈ ഒരു ബന്ധം എനിക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതെനിക്ക് ശരിയായിട്ടുള്ള വഴിയാണെന്നൊരു നിർബന്ധമില്ല. ഇന്ന് ഈ വചനങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാരമായിട്ടുള്ള കാര്യം എന്താണ്. പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾ ഞാനിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും സാരമായ കാര്യം ക്രിസ്തുവിനെ ഞാൻ എവിടെ മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും കർത്താവിൻ്റെ പിന്നാലെ ഈ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുന്നതിൻ്റെ കാരണം എനിക്ക് ആ ഒരു പേർപ്പസ്, ആ ഒരു കാരണം കിട്ടാത്തത് കൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപ തരണം, സന്തോഷത്തോടു കൂടെ അതിന് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹിക്കാനുള്ള കൃപ തരണമേ. കർത്താവ് ഏറ്റവും പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ പിന്നാലെ വരുന്ന കുറേ പേരിൽ കർത്താവിൻ്റെ സ്വന്തമായി മാറാൻ, ശിഷ്യനായി മാറാൻ വേണ്ടിയിട്ട്, കുരിശെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സന്നദ്ധ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തരണമേ. ഈ നിയോഗങ്ങളും ഈ കാര്യ ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.